വി.എസ്. അച്യുതാനന്ദൻ ചിരിക്കാറില്ലായിരുന്നു? ഉണ്ടായിരുന്നു, പക്ഷെ അപൂർവമായിരുന്നു. മുഖത്ത് നോക്കാതെയുള്ള സംസാരവും കർക്കശ നിലപാടും ഒക്കെ കാരണം പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് അനുകൂലികളെക്കാൾ കൂടുതൽ എതിരാളികളായിരുന്നു. പക്ഷെ ഇതേ വി.എസ്. അച്യുതാനന്ദൻ തന്നെയാണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏകദേശം സായാഹ്നമായപ്പോഴേക്കും കേരളത്തിലെ ഒരു ജനകീയ നേതാവായി മാറിയത്. ഇത്രയും ദീർഘമായിട്ടുള്ള പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഈ രാജ്യത്തെ മറ്റു പാർട്ടികളിലൊന്നും ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. കുറെ നാളുകളായി പൊതുവേദികളിലും രാഷ്ട്രീയ സംവാദങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് തിരുവനന്തപുരത്തെ ബാർട്ടൻ ഹട്ടിലെ വീട്ടിലേക്ക് ഒതുങ്ങിയപ്പോഴും കേരളീയർ ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ വി.എസിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഏത് രാഷ്ട്രീയ ചർച്ചകളിലും സംവാദങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് നിറഞ്ഞു നിന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ചെലുത്തിയ സ്വാധീനം അത്രമേൽ വലുതായിരുന്നു. വി.എസ്. സജീവമായിരുന്നെങ്കിൽ എന്ന് കേരളീയർ ആലോചിച്ചു പോയ എത്രയോ അവസരങ്ങൾ ഇക്കാലത്തുണ്ടായി. 88-ാം വയസ്സിൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് വിരമിക്കുമ്പോഴും കേരളത്തിലെ യുവാക്കളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹം. പാർട്ടിയിലെ അതിശക്തനായ നേതാവായിട്ട് ഉയർന്നു വരുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് വി.എസിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ടിയിലെ തന്നെ ഒരുപക്ഷം അതിന്റെ പിറകിലുണ്ടായിരുന്നു എന്നുള്ളത് അത്ര രഹസ്യമായിരുന്നില്ല. 1987 നായനാർ സർക്കാർ കാലാവധി തീരുന്നതിന് മുമ്പ് രാജിവെച്ച് ജനവിധി തേടാൻ തീരുമാനിച്ചത് തുടർഭരണം ഉറപ്പാണ് എന്നുള്ളൊരു ധാരണയിലായിരുന്നു. 1990 ആദ്യ ജില്ലാ കൗൺസിലിലെ ഇടതുപക്ഷത്തിന് കിട്ടിയ തകർപ്പൻ ജയമായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ. 1991 നിയമസഭ പിരിച്ചുവിട്ട് ജനവിധി തേടുമ്പം അടുത്ത മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ആയിരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി മരിച്ചതിന്റെ സഹതാപ തരംഗം അലയടിച്ച് കേരളം അന്ന് UDF-നൊപ്പം നിന്നു. അങ്ങനെ വി.എസ്. അച്യുതാനന്ദൻ പ്രതിപക്ഷത്തായി. 1996 വി.എസ്. അച്യുതാനന്ദന്റെ നേതൃത്വത്തിലാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് മുന്നണി ജയിച്ചെങ്കിലും കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് വി.എസ്. അച്യുതാനന്ദൻ സ്വന്തം തട്ടകമായ മാരാരിക്കുളത്ത് പരാജയപ്പെട്ടു. കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നു ഇത്. അന്ന് E.K. നായനാർ മുഖ്യമന്ത്രിയായി. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളം എന്നുള്ള തട്ടകം മാറ്റി വി.എസ്. അച്യുതാനന്ദൻ മലമ്പുഴയിൽ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷെ അന്ന് ഇടതുമുന്നണി പരാജയപ്പെട്ടു. അങ്ങനെ 2006 ആയപ്പോഴേക്കും വി.എസ്. അച്യുതാനന്ദൻ കേരളത്തിലെ ഒരു വലിയ ജനകീയ നേതാവായി മാറിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന 5 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളാണ് ഈ ജനകീയ നേതാവ് എന്നുള്ളൊരു പദത്തിലേക്ക് വി.എസ്. അച്യുതാനന്ദൻ എത്തിച്ചത്. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും പാർട്ടി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു. അന്ന് കേരളത്തിൽ അങ്ങോളം ഇത് പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഒടുവിൽ പാർട്ടിക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ 82-ാമത്തെ വയസ്സിൽ മത്സരിച്ച് വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. അങ്ങനെ 1991 ഉറപ്പിച്ച മുഖ്യമന്ത്രി പദം ഏകദേശം 3 തെരഞ്ഞെടുപ്പിനും 15 വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമായല്ലേ? പാർട്ടി ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം ഏത് വിഷയത്തെ നോക്കിക്കണ്ടിരുന്ന വി.എസ്. എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർട്ടി അണികളുടെ എല്ലാം കണ്ണിലുണ്ണി ആയിരുന്നുവെങ്കിലും അതിന് വെളിയിലുള്ളവർക്കിടയിൽ അത്ര പ്രിയങ്കരനായിരുന്നില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെളിയിലും അദ്ദേഹത്തിന്റെ സ്വാധീന വലയം വ്യാപിപ്പിക്കുന്നതിനിടയാക്കി. ജനങ്ങൾ കഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് നേരിട്ടെത്തി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വി.എസിന്റെ രാഷ്ട്രീയ ശൈലിയാണ് ജനപ്രീതി വർദ്ധിപ്പിച്ചത്. അതോടൊപ്പം പരിസ്ഥിതി അനുകൂല സ്ത്രീപക്ഷ നിലപാടും അദ്ദേഹത്തെ സാധാരണക്കാർക്കിടയിൽ പ്രിയങ്കരനാക്കി. അഴിമതിക്കെതിരായ പോരാട്ടങ്ങളും മുഖം നോക്കാതെയുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഇടപെടലുകളും എല്ലാം വി.എസിന് കേരളത്തിൽ ഒരു രക്ഷകന്റെ പ്രതിച്ഛായ സമ്മാനിച്ചു. അതുപോലെ മതികെട്ടാൻ ചോലയിലും മുല്ലപ്പെരിയാറിലും വാഗമൺ കയ്യേറ്റ ഭൂമിയിലുമെല്ലാം അദ്ദേഹം നേരിട്ടെത്തിയായിരുന്നു സമരം നടത്തിയിരുന്നത്. ഇടമലയാർ കേസിന്റെ ഇടപെടലിലും മറ്റും അഴിമതി വിരുദ്ധൻ എന്ന വി.എസിന്റെ പേര് ഉറപ്പിച്ചു. ജനങ്ങൾക്കിടയിലെത്തി അവരുടെ പോരാട്ടങ്ങൾ ഏറ്റെടുത്തും കോടതികൾ വഴിയുള്ള നിയമ പോരാട്ടത്തിലൂടെയും വി.എസ്. ഇക്കാലം അത്രയും നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയായിരുന്നു. പാർട്ടിക്ക് പുറത്ത് വി.എസിന്റെ ജനപ്രീതി വർദ്ധിക്കുന്നതിനനുസരിച്ച് പാർട്ടിക്ക് അകത്തുള്ള അദ്ദേഹത്തിന്റെ ശത്രുപക്ഷവും ശക്തിപ്പെടുകയായിരുന്നു. വി.എസ്. മുഖ്യമന്ത്രിയായിരുന്ന 5 വർഷം ഓർമ്മിക്കപ്പെടുന്നത് പാർട്ടിയും വി.എസും തമ്മിലുള്ള നിരന്തരമായ ഏറ്റുമുട്ടലിന്റെ പേരിലാണ്. അപ്പം പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ദുർബലനായി തീരുന്നതിനനുസരിച്ച് പാർട്ടിക്ക് പുറത്തൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഒരു ജനകീയനായി തീരുന്ന അപൂർവ കാഴ്ചയാണ് കേരളം കണ്ടത്. പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനും തമ്മിലുള്ള പരസ്യ വാക്പോര് പാർട്ടി അച്ചടക്കത്തിന്റെ സർവ്വസീമയും കടന്നു. ഇരുവരും പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തായി. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും വി.എസ്. അച്യുതാനന്ദൻ പുറത്തു തന്നെ നിന്നു. അപ്പോഴും കേരളത്തിലെ ഏറ്റവും ജനപ്രീതി നേടിയ നേതാവായി വി.എസ്. അച്യുതാനന്ദൻ തന്നെ തുടർന്നു എന്നത് ചരിത്രം. 88-ാം വയസ്സിൽ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ വി.എസ്. അച്യുതാനന്ദൻ പിന്നെ ഒരു 5 വർഷം കൂടി കേരളത്തിലെ ശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്നു. അതിനുശേഷം 2016 വി.എസ്. അച്യുതാനന്ദനും പിണറായി വിജയനും മത്സരിച്ചു. പക്ഷെ മുഖ്യമന്ത്രി ആകാനുള്ള നറുക്ക് വീണത് പിണറായി വിജയനായിരുന്നു. അപ്പോൾ അതോടെ ഏകദേശം വി.എസ്. യുഗം അവസാനിച്ചു. പക്ഷെ അപ്പോഴും വി.എസിന്റെ വാക്കുകൾ കേൾക്കാൻ കേരളം കാതോർത്തിരുന്നു. വി.എസിന്റെ ഒറ്റവരി പ്രസ്താവനയ്ക്ക് കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. വി.എസ്. അച്യുതാനന്ദൻ ഒരു പോരാളിയായിരുന്നു. രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ കാലം തൊട്ട് അവസാന കാലം വരെ. ഇനി അതുപോലൊരു നേതാവ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്.